തിരുവനന്തപുരം ചാക്കയിൽ നിന്ന് കാണാതായ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച പോലീസ്. കുട്ടിയെ കണ്ടെത്തിയ ഓടയുടെ സമീപത്തുള്ള റെസിഡൻസ് കോളനിയുടെ സിസിടിവിയിൽ നിന്നും പരിസര പ്രദേശങ്ങളിൽ നിന്നുമാണ് ദൃശ്യങ്ങൾ ശേഖരിച്ചത്. കുട്ടി തനിയെ ഓടയ്ക്ക് സമീപം വരാനുള്ള സംശയങ്ങൾ പോലീസ് പരിശോധിക്കുമ്പോഴും കുട്ടിയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാകാം എന്ന സാധ്യതയും തള്ളിക്കളയുന്നില്ല. അതേസമയം നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന കുട്ടി SAT ആശുപത്രിയിൽ തുടരും. കഴിഞ്ഞ ദിവസം ചാക്കയിൽ നിന്ന് കാണാതായ 2 വയസ്സുകാരിയെ കണ്ടെത്തിയിട്ടും സംഭവത്തിൽ ദുരൂഹതകൾ തുടരുകയാണ്. കുട്ടി തനിയെ ഓടയ്ക്ക് സമീപം വരാമെന്ന സംശയം പോലീസ് പ്രകടിപ്പിക്കുമ്പോഴും കുഞ്ഞിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയ ശേഷം ഉപേക്ഷിച്ചതാകാമെന്ന സാധ്യതയും പോലീസ് തള്ളുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഓടയ്ക്ക് സമീപമുള്ള കരിക്കകം അറപ്പുര റെസിഡൻസ് അസോസിയേഷന്റെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചത്. റെയിൽവേ ട്രാക്ക് ആയതിനാൽ തന്നെ പല ഭാഗങ്ങളിൽ നിന്നും ഓടയിലേക്ക് വരാനുള്ള വഴികളുണ്ട്. പ്രദേശങ്ങളിലെ മുഴുവൻ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. ശേഷം ഫോറൻസിക് സംഘവും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പരിശോധനയിൽ ചില തെളിവുകൾ ലഭിച്ചുവെന്നും പോലീസ് വ്യക്തമാക്കി. ഇതുവരെയുള്ള നമ്മുടെ കയ്യിൽ ഇനിയും അനാലിസിസ് ചെയ്യേണ്ട പുതിയ കുറെ വിഷ്വൽസ് നമ്മൾ ഈ ഒരു സ്പോട്ടുമായി ബന്ധപ്പെട്ടിട്ട് അനാലിസിസ് സ്റ്റേജിലാണ്. പക്ഷേ ഇതുവരെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞിരുന്ന സംശയപരമായിട്ടുള്ളത് കുട്ടിയുമായി ബന്ധപ്പെട്ടല്ല എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയിലുള്ള ഈ റൂട്ടിലേക്കുള്ള പല ബൈ റോഡുകളിൽ നിന്നുള്ള വിഷ്വൽസ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പോട്ടുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ കൂടുതലായിട്ട് പരിശോധനകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. നേരത്തെ കുട്ടിയുടെ സഹോദരൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മഞ്ഞ സ്കൂട്ടർ കേന്ദ്രീകരിച്ചും പരിശോധന നടക്കുകയാണ്. നാടോടി സംഘത്തെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ കുടുംബത്തിന്റെ മൊഴി വീണ്ടും എടുക്കും. അതേസമയം കുഞ്ഞിന്റെ ആരോഗ്യനില തൃപ്തികരമെങ്കിലും നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്ന കുഞ്ഞ് SAT ആശുപത്രിയിൽ തുടരും. കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയ ശേഷം കുട്ടിയുടെ മൊഴിയെടുക്കും. ഉടൻ തന്നെ സംഭവത്തിൽ വ്യക്തത വരുത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.